ആ രാജേഷേട്ടാ എപ്പോഴാ എത്തിയ? ഇന്നലെ എത്തിയത്. നിങ്ങളുടെ കളിയൊക്കെ എങ്ങനെ പോകുന്നു? നമ്മൾ സെറ്റല്ലേ? കടുപ്പത്തൊരു ചായ. ആ രാജേഷ് ഡാ അവൻ ഇവിടെ തന്നെ വരാമെന്നല്ല പറഞ്ഞേ. മുമ്പൊരിക്കൽ ഞാനും അവനോട് വന്നിട്ടുണ്ട്. എന്തായാലും നീ അവനെ ഒന്ന് വിളിക്കും. ആ രാമേട്ടാ ഇവിടെ ഒരു സ്ട്രോങ് ചായയും പിന്നെ വെള്ളം ചേർക്കാത്തൊരു പാലും വെള്ളമല്ലേ? സ്ട്രോങ് ചായ. ആ എന്നാ അറിയത്തില്ലല്ലോ. ആ എനിക്ക് എന്താ ഇതിന്റെ തീരുമാനം? വീട് വിൽക്കാൻ ഏർപ്പാട് ചെയ്തു. 30 ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട്. കഴിഞ്ഞ 15 ദിവസവും വീടിൻ്റെ പിറങ്ങിലായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. മടുത്തു. ഇനി ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ നല്ല തീരുമാനമാണല്ലോ. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയൊരു അബദ്ധം പറ്റാൻ പാടില്ല. എന്തൊക്കെയാ നിന്റെ കണ്ടീഷൻസ്? എൻ്റെ ബഡ്ജറ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിലൊതുങ്ങുന്ന ഒരു 2 BHK ഫ്ലാറ്റ്. പിന്നെ എല്ലാ അമ്യൂണിറ്റീസും ഉണ്ടായിരിക്കണം. ശബ്ദവും ബഹളവും ഒന്നും ഇല്ലാത്തൊരു ലൊക്കേഷൻ ആയിരിക്കണം. 15 മിനിറ്റിൻ്റെ അകത്ത് എയർപോർട്ട്, ഹോസ്പിറ്റൽസ്, ബസ് സ്റ്റേഷൻ ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ കുറച്ച് ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം നിർബന്ധമാവണം, ട്രസ്റ്റും ലെഗസിയും ഉള്ള ഒരു ബിൽഡർ ആയിരിക്കണം. അത് മസ്റ്റാണ്. എൻ്റെ സുനിലെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞൊരു ഫ്ലാറ്റ് നിനക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യണം. എൻ്റെ ശ്രീ, നീ ഇങ്ങനെ എല്ലാത്തിനും കയറി നെഗറ്റീവ് പറയാതെ. സുല്ലേ, നിനക്കിപ്പോൾ എന്താ വേണ്ടത്? ട്രസ്റ്റും ലെഗസിയും. അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവിലെ ഭീമ അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടിയിലെ പ്രോജക്റ്റ് നിനക്ക് നോക്കിക്കൂടെ? ഭീമയോ? അതൊക്കെ ലക്ഷറി അപ്പാർട്ട്മെന്റ് അല്ലേ, ഞങ്ങൾക്ക് താങ്ങും. താങ്ങില്ലെന്ന് ആരാ പറഞ്ഞത്? മറ്റുള്ള എല്ലാ ബിൽഡേഴ്സും കൊടുക്കുന്ന സെയിം റേറ്റിൽ തന്നെയാണ് അവരും കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഭീമയാണേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടുന്ന് കുറച്ച് മാറിയാൽ ഭീമയെ പോലെ വേറെയും പ്രോജക്റ്റ് ഉണ്ട്. ഭീമയെ പോലെയല്ലേ? ഭീമയല്ലല്ലോ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ വട്ടിയൂർക്കാവിലെ ട്രാഫിക് ജാം, അതിന് നിങ്ങൾ എന്ത് ചെയ്യും? വട്ടിയൂർക്കാവ് റോഡ് വികസനത്തിന്റെ ഭാഗമായി വഴിയരികിൽ ഉണ്ടായിരുന്ന കടകളെല്ലാം സർക്കാർ പൊളിച്ചു മാറ്റി തുടങ്ങി. ഫേസ്ബുക്കും യൂട്യൂബും മാത്രം നോക്കിയാൽ പോരാ, വല്ലപ്പോഴും വാർത്തകളും കാണണം. രാമേട്ടാ പറ്റിൽ എഴുതിക്കോ. രാജേഷേട്ടാ ഞാനുണ്ട്. അല്ല ഇത് എടാ ശ്രീ, നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് എവിടുന്നാ ഗോൾഡ് എടുത്തത്? ഭീമയെന്ന്. അതെന്താ കാര്യം? അമ്മയുടെ കല്യാണത്തിനും അവിടെ നിന്നാ ഗോൾഡ് എടുത്തത്. അത് ഗോൾഡ് അല്ലേ, ഇത് ലാൻഡ് അല്ലേ? എന്റെ സാറുമാര്, ഈ റോഡ് പണി കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിന്റെ മുഖച്ഛായ തന്നെ മാറും. പിന്നെ സ്വർണവും ഭൂമിയും ഇത് രണ്ടും ചതിക്കില്ല. അത് തരുന്നവരും അതൊരു വിശ്വാസമാണ്. അപ്പൊ സുല്ലേ, ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ലല്ലോ. നീ എന്താ ആലോചിക്കാൻ? വട്ടിയൂർക്കാവ് ഭീമ USP തന്നെ. എന്ന് വെച്ചാൽ കൊടുക്കുന്ന പണത്തിന് അതിലേറെ മൂല്യം. ഭീമ അർബൻ സ്കേപ്പ് പ്രോപ്പർട്ടീസ്, USP സോളിറ്റയർ, വട്ടിയൂർക്കാവ്.